ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ശരിയായ ജോഡി ഏതാണ്? റൈബോസോം ഊർജ നിലയം എന്നറിയപ്പെടുന്നു. ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. മൈറ്റോകോൺട്രിയാൻ മാംസ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ ശേഖരിക്കുന്നു. ശരിയായ ജോഡിയാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിയായ ജോഡി ഇതിലേതാണ്? ഇവിടെ റൈബോസോം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഊർജ നിലയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. മൈറ്റോകോൺട്രിയോൺ മാംസ്യ നിർമ്മാണ കേന്ദ്രം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ ശേഖരിക്കുന്നു. ശരിയായത് ഏതാണ്? വേഗം ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അത് പറഞ്ഞാലും മതി. ഏതാണ്? ബി ആണ് കേട്ടോ ആൻസർ വരിക. ബി ആണ്, ബി ആണ് ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശരിയാവണം. അതായത് ഇതിന്റെ എന്താ പറയാ, ധർമ്മമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റൈബോസോം ഊർജ നിലയായിട്ടാണോ വർക്ക് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യത്തിൽ ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റൈബോസോം എന്തിന്റെ നിർമ്മാണത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? റൈബോസോം ഗോൾഗി ബോഡീസ്, നമ്മുടെ എന്താണ്, ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു അല്ലെ. ട്രാഫിക് പോലീസ്, കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നാണ് ഗോൾഗി വസ്തുക്കൾ അറിയപ്പെടുന്നത്. അതെന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. അതാണ് ഇവിടെ ശരിയായിട്ട് വരിക. റൈബോസോം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണമാണ് എന്ത്? റൈബോസോമിന്റെ. ഓക്കെ, മൈറ്റോകോൺട്രിയ ആണെങ്കിലോ, മൈറ്റോകോൺട്രിയ നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ ആണ് അല്ലെ. പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നതാണ് ഏത്? മൈറ്റോകോൺട്രിയ. മാംസ്യ നിർമ്മാണം ഏതിനാണ് വരേണ്ടത്? എവിടെയുള്ളത്? അത് റൈബോസോമിന് വരണം. ഊർജ നിലയം ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ് ഊർജ നിലയം എന്നറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിലോ, നമ്മുടെ കോശാസ്ഥികൂടം എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. അതിന്റെ ഉള്ളില് എന്താണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള മൂവ്മെന്റ് ഒക്കെ നടത്തുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. സഞ്ചാര പാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് തന്നെ റഫും ഉണ്ട്, അതുപോലെ തന്നെ മിനുസമുള്ളതും ഉണ്ട്. ഓക്കെ, റഫ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മിനുസമായതും ഉണ്ട്. ഓക്കെ, പരുപരുത്തതും മിനുസമായതും. പരുപരുത്തത് എന്താണ് പരുപരുക്കാൻ കാരണം? അതിന്റെ മുകളില് റൈബോസോം ഉണ്ട്. പ്രോട്ടീൻ സിന്തസിസ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടെണ്ണമാണ്. ഒന്ന് പരുപരുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഒന്ന് മിനുസമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പരുപരുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്ത് കാണാൻ കഴിയും? റൈബോസോമിനെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പാളികൾ എന്താണ്, അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും റൈബോസോം. ഓക്കെ, അത് എന്തിനു വേണ്ടി നമ്മളെ സഹായിക്കും? നമ്മുടെ മാംസ്യ നിർമ്മാണത്തിനാണ് പരുപരുത്തത് സഹായിക്കുക. ഇനി റൈബോസോം അതിൽ കാണുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മിനുസമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അത് ലിപ്പിഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ലിപ്പിഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ റൈബോസോം പഠിച്ചു വെക്കണം. എന്താണ് ഊർജ നിലയം എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണ്. എന്താണ്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണത്തിനാണ് എന്ത്? റൈബോസോമുകൾ ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസിനാണ് റൈബോസോമുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഗോൾഗി വസ്തുക്കളാണെങ്കിൽ ഇത് തന്നെയാണ്. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ എന്താണ്? ഊർജ നിലയം, പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നാണ്. ഒരു സെല്ലിലെ പവർ ഹൗസ് ആണ് ഇത് മൈറ്റോകോൺട്രിയ. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം, അതിന്റെ സഞ്ചാര പാത എന്നൊക്കെ അറിയപ്പെടുന്നു. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്ന് പരുപരുത്തതും ഒന്ന് മിനുസമുള്ളതും. പരുപരുത്തതാണെങ്കിൽ പരുപരുക്കാൻ കാരണം എന്താണ്? അതിന്റെ സർഫസിൽ എന്തുണ്ടാവും? റൈബോസോം ഉള്ളത് കൊണ്ടാണ് അത് പരുപരുത്തതാവുന്നത്. അത് എന്തിനു സഹായിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിനാണ് സഹായിക്കുക. ഇനി അതിന്റെ ഇതില് എന്തില്ല? റൈബോസോം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ മിനുസമായത് എന്ന് പറയും. മിനുസമായത് എന്തിനു വേണ്ടി സഹായിക്കും? ലിപ്പിഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് സഹായിക്കുക. ക്ലിയർ ആയോ? പിന്നെ ഇനി മൈറ്റോകോൺട്രിയ എവിടെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ ഭാഗത്തുള്ള സെല്ലിലായിരിക്കും കൂടുതൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു വെച്ചാൽ ഏതൊക്കെ എഴുതണം? പറയൂ.
ഏതൊക്കെ ഭാഗത്തായിരിക്കും നമ്മുടെ മൈറ്റോകോൺട്രിയ കൂടുതൽ? നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടവിടെ അല്ലെ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ സെല്ല് എവിടെയാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കരൾ, തലച്ചോറ്, പേശികൾ എന്നീ ഭാഗങ്ങളിലുള്ള സെല്ലുകളിലായിരിക്കും ഈ മൈറ്റോകോൺട്രിയ കൂടുതലായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത്. ഓക്കെ, അപ്പൊ കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുക. ഓക്കെ, ക്ലിയർ ആണോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനു സഹായിക്കുമെന്ന് ചോദിച്ചു വെച്ചാൽ പദാർത്ഥ സംവഹനം. ഓക്കെ, പദാർത്ഥ സംവഹനത്തിനാണ് അത് സഹായിക്കുക. പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രണ്ടെണ്ണം ഉണ്ട്, റഫും മിനുസും ഉള്ളതും. ഓക്കെ, പരുപരുത്തതും മിനുസമുള്ളതും. പരുപരുക്കാൻ കാരണം എന്താണ്? അതിന്റെ മുകളില് എന്തുണ്ട്? അതിന്റെ സർഫസിന്റെ മുകളിൽ റൈബോസോം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത് പരുപരുത്തതാണ്, അല്ലെങ്കിൽ അത് മിനുസമുള്ളതാണ്. മിനുസമുള്ളത് ലിപ്പിഡ് സിന്തസിസിനും പരുപരുത്തത് പ്രോട്ടീൻ സിന്തസിസിനും സഹായിക്കുന്നു. ക്ലിയർ ആയോ? അടുത്തത് കോളം 1 കോളം 2മായി യോജിപ്പിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഇരപിടുത്തം ഏത് വരും? മ്യൂച്വലിസം ഏത് വരും? കമൻസലിസം ഏത് വരും? പരാദജീവനം ഏത് വരും? ഓക്കെ, പറയൂ. ഇരപിടുത്തം എന്താണ്? ഇരപിടുത്തം എന്ന് അറിയാം നമുക്ക്. അതിന്റെ ഓപ്ഷൻ ഏതാണ് വരിക? മ്യൂച്വലിസം ഏതാണ് വരിക? കമൻസലിസം ഏതാണ് വരിക? പരാദജീവനം ഏതാണ് വരിക? ഇതാണ് അതിന്റെ ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഇരപിടുത്തം എന്ന് പറയുമ്പോ എന്താണ്? ഒരാളെ ഇരയെ പിടിക്കുകയാണ് അല്ലെ, ആ രീതിയിൽ അങ്ങോട്ട് ആലോചിച്ച് വെച്ചാൽ മതി. ഒരാൾക്ക് ഭക്ഷണം കിട്ടും, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടും. അതല്ലേ ഇരപിടുത്തം എന്നത് കൊണ്ട് പറയുന്നത്. അവിടെ മാവും പരവാഴയും അതെന്താണ്? ഇരപിടുത്തത്തിന് ഒട്ടും സ്യൂട്ട് അല്ല അല്ലെ. മാവും ഇത്തിൽക്കണ്ണിയും, മാവും ഇത്തിൽക്കണ്ണിയും നമുക്ക് അറിയാം പരാദജീവനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ മാനും കടുവയും അല്ലെ, മാനിനെ വേട്ടയാടി പിടിക്കുകയാണ്. അപ്പൊ മാന് ആരുടെ ഇരയാവും? കടുവയുടെ ഇരയാവും അല്ലെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ യോജിപ്പിക്കാം? എ എന്നുള്ളത് 3 ബന്ധം. അതായത് ഇരപിടുത്തം എന്ന് പറഞ്ഞു വെച്ചാൽ മാനും കടുവയും. മാനൊരു പാവം ജീവിയാണ് അല്ലെ, കടുവ മാനിനെ കിട്ടിയ വിടോ ഇല്ല, അതിന്റെ ഇരയാക്കി മാറ്റും. സോ മാനും കടുവയും ഇരപിടുത്തത്തിന് ഉദാഹരണമാണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്താണ്? മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ അല്ലെ. മ്യൂച്വലിസം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പോവാ. രണ്ടുപേർക്കും ഗുണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ പൂമ്പാറ്റയും പൂവും എന്തിനു ഉദാഹരണമാണ്? മ്യൂച്വലിസം. രണ്ടുപേർക്കും ഉപകാരം ഉള്ളതാണ് എന്ത്? മ്യൂച്വലിസം. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം എന്ന് പറയില്ലേ. അപ്പൊ രണ്ടുപേർക്കും എന്തുണ്ടാവും? ഗുണം ഉണ്ടാവും. പൂമ്പാറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സ്പേസുമായി, എന്താണ്? പൂവില് തേന് കുടിക്കുകയും ചെയ്യാം അല്ലെ. പരാഗണം നടക്കണമെങ്കിൽ എന്ത് വേണം? പൂമ്പാറ്റ വേണം. രണ്ടും ഗുണമുണ്ട്. ഓക്കെ, അപ്പൊ പൂവിന് പരാഗണം നടത്തണമെങ്കിൽ പൂമ്പാറ്റയുടെ ആവശ്യമുണ്ട്. പൂമ്പാറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം, തേന് കുടിക്കാൻ ഒരു സ്ഥലമായിട്ട് പൂവിനെ യൂസ് ചെയ്യാം. അപ്പൊ രണ്ടുപേർക്കും ഗുണമുള്ളതാണ് എന്ത്? മ്യൂച്വലിസം. അപ്പൊ ഇവിടെ മ്യൂച്വലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പൂമ്പാറ്റയും പൂവുമാണ്. അടുത്തത് കമൻസലിസം ഏത് വരും? കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മാവും മരവാഴയും. മാവിന് മരവാഴയെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, പക്ഷെ ഒരെണ്ണത്തിന് ഗുണമുണ്ട്, മറ്റേതിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതാണ് എന്ത്? കമൻസലിസം എന്ന് പറയുന്നത്. ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഇത് നിന്നതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ നശിക്കുകയൊന്നുമില്ല, പക്ഷെ മരവാഴിക്ക് എന്താണ്? ഒരു ഗുണം. ഒരാൾക്ക് ഗുണം, മറ്റൊരാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്ത ബന്ധമാണ് ഇത് കമൻസലിസം എന്ന് പറയുന്നത്. അടുത്തത് പരാദജീവനം അല്ലെ. പരാദജീവനം ഏതാണ്? മാവും ഇത്തിൽക്കണ്ണിയും. ഇത്തിൽക്കണ്ണി എന്താണ്? ഇത്തിൽക്കണ്ണി മാവിന്റെ മുകളിൽ പടർന്നു കയറും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഒക്കെ ഇതിന്റെ ഇലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ഇത്തിൽക്കണ്ണി വന്നാൽ മാവിന് എന്താണ്? ദോഷമാണ് അല്ലെ. അപ്പൊ ഒന്നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റേതിന് എന്ത് ചെയ്യാണ്? ദോഷമാക്കുകയാണ്. അതാണ് പരാദജീവനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എങ്ങനെ വരും? A3, B4, C1, D2. ഈ ഒരു രീതിയിലായിരിക്കും എന്ത് വരിക? ഇതിന്റെ ആൻസർ വരിക. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ആണ് നോക്കാം. ഏത് ഓപ്ഷൻ ആണ് വരിക? എ ഓപ്ഷൻ അല്ലേ. A3, B4, C1, D2. ഇതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ? A3, B4, C1, D2. അപ്പൊ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ബന്ധങ്ങളും പഠിക്കണം. ഇരപിടുത്തം എന്താണ്, അതുപോലെ തന്നെ മ്യൂച്വലിസം പറഞ്ഞ വെച്ചാൽ രണ്ടിനും ഗുണം ഉണ്ടാവണം. ഓക്കെ,
പൂമ്പൊടികളെയൊക്കെ കൊണ്ടുപോയി പരാഗണം നടത്താൻ പൂമ്പാറ്റ ആരെ സഹായിക്കും? പൂവിനെ സഹായിക്കും. പകരം പൂവ് എന്ത് കൊടുക്കും? തേന് കൊടുക്കും. അങ്ങനെയുള്ള ബന്ധം മ്യൂച്വലിസം. കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒന്നിന് ഗുണമായിരിക്കും, മറ്റേന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അങ്ങനെയുള്ള ബന്ധമാണ് കമൻസലിസം. പരാത ജീവനം നമുക്ക് പിന്നെ അറിയാം, ഒരെണ്ണത്തിന് ഗുണവും മറ്റേതിന് ദോഷവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. എന്താണ് ക്വസ്റ്റ്യൻ? മഴത്തുള്ളികൾ ഗോളാകൃതി ആകുന്നതിന്. നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ട്രെൻഡിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ മഴത്തുള്ളികൾ ഗോളാകൃതിക്ക് കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഘർഷണമാണോ, അതുപോലെ അല്ലെങ്കിൽ പ്രതലബലമാണോ, അല്ലെങ്കിൽ ശ്യാനബലമാണോ, അല്ലെങ്കിൽ ശ്യാനതയാണോ, ഗുരുത്വാകർഷണമാണോ? ഏതാണ്? പ്രതല ബലമാണ് അല്ലെ? പ്രതല ബലമാണ്. എന്താണ് പ്രതല ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ എന്താണ് പ്രതല ബലം? പ്രതല ബലത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഒന്നാമത്തെ, ഈ മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായിട്ടുള്ളത് പ്രതല ബലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസോ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം ഇങ്ങനെ വെച്ചു, അതിന്റെ മുകളിൽ ബ്ലേഡ് വെക്കുക. ബ്ലേഡ് വെച്ചാൽ ബ്ലേഡ് താഴ്ന്നു പോവാതെ ഇങ്ങനെ നിൽക്കുക അല്ലെ അതിന്റെ പ്രതലത്തില്. കാരണം എന്താണ്? പ്രതല ബലമാണ്. കപ്പല് കടലിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലമാണോ? ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലമാണ്. കപ്പല് പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? ചിലപ്പോ ചോദിക്കും, കപ്പല് പൊങ്ങിക്കിടക്കുന്നതും ബ്ലേഡ് പൊങ്ങി നിൽക്കുന്നതും ഒക്കെ പ്രതലബലം കാരണമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമുക്ക് അവിടെ ശരിയാക്കാൻ പറ്റുമോ? തെറ്റാണോ അത്? കടലില് കപ്പല് പൊങ്ങിക്കിടക്കാനുള്ള കാരണവും നമ്മൾ ഒരു ഗ്ലാസിന്റെ മുകളിൽ ബ്ലേഡ് വെച്ചാൽ അത് പൊങ്ങിക്കിടക്കാനുള്ള കാരണവും പ്രതല ബലമാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ശരിയാണോ തെറ്റാണോ? ക്വസ്റ്റ്യൻ ആൻസർ ആരും പറഞ്ഞില്ല. കപ്പല് പൊങ്ങിക്കിടക്കാൻ എന്താണ്? ബോയിൻ ഫോഴ്സ് ആണ് അല്ലെ? ബോയിൻ ഫോഴ്സ് ആണ്, പ്ലവക്ഷമ ബലമാണ് കേട്ടോ. അതിന് ഇവിടെ ഗോളാകൃതി, മഞ്ഞുതുള്ളികൾ അല്ല മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം കിണറിന്റെ മുകളിൽ കൂടെയൊക്കെ ചെറിയ ജീവികൾ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടാവും, അതിന് കാരണം. അതുപോലെ തന്നെ ഒരു വാട്ടറിന്റെ മുകളിൽ ബ്ലേഡ് വെക്കുമ്പോൾ അത് പൊങ്ങി, ചെറിയ ചെറിയ വസ്തുക്കൾ വെക്കുമ്പോൾ, ബ്ലേഡ് തന്നെ വെക്കണമെന്നില്ല, ചെറിയ ചെറിയ വസ്തുക്കൾ വെക്കുമ്പോൾ അത് പൊങ്ങിക്കിടക്കാൻ കാരണം ഒക്കെ പ്രതല ബലമാണ്. പക്ഷെ കടലിന്റെ മുകളിൽ കപ്പല് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള കാര്യം പ്രതല ബലമല്ല, പ്ലവക്ഷമ ബലമാണ് കേട്ടോ. പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് ആണ് എന്തിന് കാരണം? കടലിന്റെ മേലെ കപ്പൽ ഇങ്ങനെ പൊന്തി നിൽക്കാൻ കാരണം. അത് അവിടുത്തെ ഡെൻസിറ്റിയെ ആശ്രയിച്ചും അതുപോലെ വോളിയത്തിനെ ആശ്രയിച്ചിട്ടും ഒക്കെയാണ് എന്ത്? പ്ലവക്ഷമ ബലം. ഇനി കടലിലുള്ള കപ്പലിനെ തന്നെ നമ്മൾ ശുദ്ധജലത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് താഴും അല്ലെ? കടലിൽ പൊങ്ങി നിൽക്കണത്ര എന്ത് ചെയ്യില്ല? ശുദ്ധജലത്തില് പൊങ്ങി നിൽക്കില്ല. കാരണം എന്താണ്? കടൽ ജലത്തിലെ ഉപ്പിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്, ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോ എന്ത്? മുകളിലേക്ക് ഒരു ഫ്ലൂയിഡ് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും എന്ത് ചെയ്യും? കൂടും. ഡെൻസിറ്റി ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ ശുദ്ധജല തടാകത്തിലാവുമ്പോ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ താഴ്ന്നത് പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ കപ്പല് പൊങ്ങി നിൽക്കാൻ കാരണം പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയിൻ ഫോഴ്സ് ആണ്. ഇവിടെ എന്താണ്? പ്രതല ബലമാണ് കേട്ടോ. സർഫസ് ടെൻഷൻ ആണ് ഈ മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഘർഷണ ബലം? ഘർഷണ ബലം എന്താണ്? നമ്മൾ ഘർഷണം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പല മാർഗങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് അല്ലെ? ചില സാഹചര്യത്തിൽ നമുക്ക് ഘർഷണം കുറയ്ക്കണം, ചിലപ്പോൾ നമുക്ക് ഘർഷണം കൂട്ടണം അല്ലെ? അപ്പൊ എന്താണ് ഘർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ, ഒരു വസ്തുവിന്റെ ഉപരിതലം മറ്റൊരു വസ്തുവുമായി സമ്പർക്കത്തിൽ വരുമ്പോ ആ വസ്തുവിന്റെ ചലനത്തെ തടയുകയോ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യാം. ഓക്കെ, ഒരു രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോ, സമ്പർക്കത്തിൽ വരുമ്പോ എന്ത് ചെയ്യാണ്? ആ വസ്തുക്കളുടെ ചലനത്തെ തടയുകയോ ബാധിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുന്ന ആ ഒരു ബലത്തെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നല്ല മിനുസമുള്ള ടാർ റോഡ്, നല്ല മിനുസമാക്കിയ ടയറും വെച്ചാലോ രണ്ടും കൂടെ അങ്ങനെ നമ്മുടെ കൺട്രോളിൽ, ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും അല്ലെ? അതുകൊണ്ടാണ് ടയറുകളിലൊക്കെ എന്ത് ചെയ്യണത്? ആ കട്ടുകളും ചാലുകളും ഒക്കെ ഇടുന്നത്. കാരണം ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താണ്? റോഡ് മിനുസമുള്ളതാണ്, അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? മിനുസം ഇല്ലാത്തതാക്കും അല്ലെ? അപ്പൊ നമ്മള് ഘർഷണം കറക്റ്റ് ആയിരിക്കും, നമ്മുടെ കൺട്രോളിൽ നമുക്ക് ഓടിക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഘർഷണ ബലം. ഇനി ശ്യാനബലം അല്ലെങ്കിൽ വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? നമ്മുടെ വായു ആയാലും അതുപോലെ തന്നെ ഫ്ലൂയിഡ് അല്ലെ,
ജലം ദ്രാവകമായാലും വാതകമായാലും ഒക്കെ ഒഴുകുമ്പോ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ജലത്തുള്ളിയും ഒരു തേനിന്റെ തുള്ളിയും കൂടെ ഒരുമിച്ച് ഒരു ചരിഞ്ഞ പ്രതലത്തിൽ കൂടെ ഒഴുക്കുകയാണ്. അങ്ങനെ ഒഴുക്കുമ്പോ ഏത് ആദ്യം എത്തും? ജലം ആദ്യം എത്തും അല്ലെ? ഇവിടെ എന്താവും? മെല്ലെ പതുക്കെയാണ് ഒരു ഘർഷണ ബലത്തിൽ കൂടെയാണ് മെല്ലെ വരുന്നത് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ശ്യാനബലം അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം ഒഴുകുമ്പോ അതിന്റെ ഒഴുക്കിനെ എതിർക്കുന്ന അന്തർഘർഷണത്തെയാണ് നമ്മൾ ശ്യാനബലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ദ്രാവകോ വാതകോ ഒഴുകുമ്പോ അതിനെ എതിർക്കുന്ന ഒരു അന്തർഘർഷണ ബലമാണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ശ്യാനബലം എന്ന് പറയുന്നത്. ഒരു ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഘർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. ആ ഘർഷണ ബലം കൂടുമ്പോഴാണ് ഇത് മെല്ലെ വരുന്നത്. ഓക്കെ, അപ്പൊ മെല്ലെ വരുന്നതിന് നമ്മൾ വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, വിസ്കസ് ഫ്ലൂയിഡ് ആണ് തേന്, അതുപോലെ എണ്ണകള് ഒക്കെ വിസ്കസ് ഫ്ലൂയിഡ് ആണെന്ന് പറയും. ഇനി പെട്ടെന്ന് തന്നെ താഴെ എത്തുന്നതിന് നമ്മൾ മൊബൈൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് പറയുക. മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയും. അതുപോലെ ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം പറഞ്ഞ വെച്ചാൽ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഭൂമിയുടെ സെന്ററിലേക്ക് എന്ത് ചെയ്യാണ്? അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗുരുത്വാകർഷണ ബലം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മഴത്തുള്ളി ഗോളാകൃതി പ്രാപിക്കാൻ കാരണം, അതുപോലെ തന്നെ നമ്മുടെ ജലത്തിന്റെ സർഫസിൽ കൂടെ ചെറിയ ജീവികളും അതുപോലെ ബ്ലേഡും ഒക്കെ നിൽക്കാൻ കാരണം ഒക്കെ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏതാണ്? പ്രതല ബലമാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലെ പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എത്രയാണ്? വേഗം കമന്റ് ചെയ്യൂ. എസ്കേപ്പ് വെലോസിറ്റി ഭൂമിയുടെ ഓപ്ഷൻ എ. വെരി ഗുഡ്. നന്ദു എ പറയുന്നു. അശ്വതിയാണോ? അഭാസ്വതി. ഓക്കെ, എ ആണ് പറയണേ അല്ലെ? ഓക്കെ, എത്രയാണ് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി? 12.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചിലപ്പോ ഇവിടെ ഈ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള കിലോമീറ്റർ പെർ അവർ എന്നൊക്കെ പറഞ്ഞ് തരാം. നമ്മൾ എപ്പോഴും മാക്സിൽ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യില്ല? അവർ ആണോ സെക്കൻഡ് ആണോ എന്നൊന്നും നോക്കാതെ ചാടിക്കേറി അങ്ങോട്ട് അവർ കറുപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഈ 11.2 എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ കൂടെ എന്തും പഠിക്കണം? യൂണിറ്റും കൂടെ പഠിക്കണം. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഈ കിലോമീറ്റർ പെർ അവർ പറഞ്ഞ് ശീലിച്ചപ്പോ നമുക്ക് സെക്കൻഡ് ആണോ അവർ ആണോ എന്ന് പെട്ടെന്ന് അവിടുന്ന് ഒരു ഓർമ്മ വരില്ല. നമ്മൾ അവർ കയറി കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് പലായന പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലമുണ്ട്. ആ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നമ്മൾ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പ്രത്യേക ഒരു വെലോസിറ്റിയിൽ പറഞ്ഞു അയച്ചാൽ അത് എന്ത് ചെയ്യില്ല? ഗുരുത്വാകർഷണത്തിന് ആ മണ്ഡലം കടന്ന് മുകളിലേക്ക് പോകും. അതാണ് എസ്കേപ്പ് വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? എസ്കേപ്പ് ചെയ്യാണ് അല്ലെ? ആ ഗുരുത്വാകർഷണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. അതിന് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഇത്രയും പ്രവേഗത്തിൽ ഇത്രയും വെലോസിറ്റിയിൽ എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. അതാണ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് പലായന പ്രവേഗം. ഇനി പലായന പ്രവേഗത്തിന്റെ വല്ല പ്രോബ്ലവും തന്നിട്ട് കാണാൻ പറയുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി VE is equal to എന്താണ്? റൂട്ട് 2gm by r ആണ് കേട്ടോ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി 2gm by r. ഈ g എന്താണെന്ന് നമുക്ക് അറിയാം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലെ? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഹെൻറി കാവൻഡിഷ് ആണ് അതിന്റെ മൂല്യമൊക്കെ കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ ഗുരുത്വാകർഷണത്തിൽ പഠിച്ചിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞു വെച്ചാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. അറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ ജി ട്ടോ. സ്മാൾ ലെറ്റർ ജിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എന്താണ്? ഗുരുത്വം മൂലമുള്ള ത്വരണമാണ് സ്മാൾ ലെറ്റർ ജി. ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിനൊരു വാല്യൂ ഉണ്ട്, ഫിക്സഡ് വാല്യൂ ഉണ്ട്, അത് ഒരിക്കലും മാറില്ല. ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. വാല്യൂ എന്താണ്? 6.67 into 10 raised to -11
ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ജിയുടെ മൂല്യം. ജിയുടെ മൂല്യം എവിടെ എങ്ങനെയൊക്കെ ആയാലും ജിയുടെ മൂല്യം മാറില്ല. ജിയുടെ മൂല്യം കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. ജിയുടെ മൂല്യം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇവിടെ ഒരു എം തന്നിട്ടുണ്ട് അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് കേട്ടോ. ഭൂമിയുടെ മാസിനെയാണ് അവിടെ കാണിക്കുന്നത്. ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ റേഡിയസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിയുടെ വല്ല പ്രോബ്ലം വരികയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് GM by R. ഓക്കെ, റൂട്ട് GM by R. ജിയുടെ മൂല്യം അറിയണം. 6.67 into 10 raised to minus 11. ഇതിന്റെ യൂണിറ്റ് സഹിതം പഠിച്ചു വെക്കണം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഹെൻറി കാവൻഡിഷ് ആണ് നമ്മൾ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് എന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ പേരാണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്ഥിരാങ്കം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ചത് പറയുമ്പോൾ ന്യൂട്ടൺ അവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ എ ഓപ്ഷനിൽ തന്നെ കിടക്കണ്ടാവും. അപ്പൊ നമ്മൾ അത് എഴുതാൻ പാടില്ല. ആരാണ്? കാവൻഡിഷ് ആണ്, ഹെൻറി കാവൻഡിഷ് ആണ് ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഭൂമിയുടെ ഉപരിതലത്തിലെ പലായന പ്രവേഗം 11.2 km/s ആണ്. km/h എന്ന് പഠിക്കരുത്. ഇനി നമ്മുടെ മൊത്തം ഗ്രഹങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ആർക്കാണ്? ജുപ്പിറ്ററിനാണ് കേട്ടോ. വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പലായന പ്രവേഗം വ്യാഴത്തിനാണ്. ഓക്കെ, വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം ഉള്ളത്. 59.5 km/s ആണ്. ഓക്കെ, km/s ആണ്. ജുപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം ഉള്ളത്. ഓക്കെ, ഇനി ചിലപ്പോ ചന്ദ്രന്റെ ചോദിക്കാം. ചന്ദ്രന്റെ ചോദിക്കുകയാണെങ്കിൽ 2.4 km/s ആണ് കേട്ടോ. ചന്ദ്രന്റെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ വാല്യൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 ഒരിക്കലും ചേഞ്ച് ആവാത്ത വാല്യൂ ആണ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഭൂഗുരുത്വ സ്ഥിരാങ്കമാണ്. 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? എസ്കേപ്പ് വെലോസിറ്റി ഈ പലായന പ്രവേഗത്തിലേക്ക് അയക്കുമ്പോഴാണ് നമ്മുടെ സാറ്റലൈറ്റുകളൊക്കെ എന്താണ് നമ്മുടെ ഗുരുത്വാകർഷണത്തിന്റെ ആ ഒരു ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് മിനിമം ഇത്രയും വെലോസിറ്റിയിൽ വേണം ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ? പറഞ്ഞു വിടാൻ. ഓക്കെ, അപ്പൊ എസ്കേപ്പ് ചെയ്യാണ്, ഗുരുത്വാകർഷണത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി ആണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പലായന പ്രവേഗം എന്ന് പറയുന്നത്.